ഹലോ, ഞാനിന്നൊരു വെണ്ടയ്ക്ക കിച്ചടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു 10-12 ചെറിയ വെണ്ടയ്ക്ക ഇവിടെ തന്നെ ഉണ്ടായ വെണ്ടയ്ക്കയാണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ച് വെച്ചിരിക്കുക, ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട്. ഇത് നമുക്ക് വറക്കണം. അതിൻ്റെ കൂടെ 2 പച്ചമുളകും എരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ വറുത്തെടുക്കുന്നതാണ്. അതിന് ശേഷം ആ എണ്ണ കുറച്ച് മാറ്റിയിട്ട് നമ്മൾ കടുക് പൊട്ടിക്കും. കടുക് വറുക്കാൻ 2 വറ്റൽമുളകുണ്ട്, ഇച്ചിരി കരിവേപ്പില, കടുക്, ഒരു 2-3 ഉലുവ, പിന്നെ അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങയും ഒരു കുഞ്ഞുള്ളി, ചെറിയ ഒരു ഉള്ളിയും നല്ലപോലെ അരച്ചിട്ട് ഇത്രയും കടുക് ചതയ്ക്കും. പിന്നെ വേണ്ടത് ഒരു കപ്പ് വലിയ പുളിയില്ലാത്ത തൈരാണ്. കട്ടയൊന്നും ഇല്ലാതെ ഞാൻ ഉടച്ചു വെച്ചിരിക്കുക ഈ തൈര്. പിന്നെ നമുക്ക് ഉപ്പ് അത്യാവശ്യം. പിന്നെ ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി. അപ്പം ഞാൻ ഈ വെണ്ടയ്ക്ക ഇതിലോട്ട് ഇടുക. ഏകദേശം ഈ മൂപ്പായി. അപ്പം ഞാൻ ഈ പച്ചമുളക് കൂടി ഇതിനകത്തോട്ട് ഇടുക മൂക്കാനായിട്ട്. ഇട്ട് കടുക് പൊട്ടിക്കുക. കടുകും 2 ഉലുവയും കൂടി ഇട്ടു. അതിന് ശേഷം നമുക്ക് ഈ മുളകും ഇതിലോട്ട് നമ്മൾ അരയ്ക്കാൻ എടുത്ത് വെച്ചിരുന്ന അരപ്പ് ഇതിലോട്ട് ചേർക്കും. ഈ സമയം നമുക്ക് ഉപ്പിടണം. കുറച്ച് ഉപ്പ് ആദ്യം ഇടാം, പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇപ്പം ഇത് അരപ്പും നമ്മൾ മുളകും കരിവേപ്പിലയും എല്ലാം ഇട്ട് കടുക് വറുത്തതിലോട്ട് അരപ്പ് ചേർത്ത് ഉപ്പും ചേർത്തതിൽ ഇതെല്ലാം നല്ല തിളച്ചു. അപ്പം നമ്മളങ്ങ് തീ കെടുത്തുക. തൈരൊഴിക്കാൻ പോവുക. തീ കെടുത്തിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിലോട്ട് ഒഴിക്കും. ഈ സമയം നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി ഇടണം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വെണ്ടയ്ക്കയും കൂടെ ഇതിലോട്ട് ഇടണം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പൊക്കെ പാകത്തോനാണ്. ഇതാ നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി റെഡിയായിരിക്കുന്നു. നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടിയൊക്കെ ഇതാ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല സ്വാദിഷ്ടമായ സാധനമാണിത്. ഒരു സാമ്പാറും തോരനും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. ഇത് ഉഗ്രനായിരിക്കും. അപ്പം പെട്ടെന്നുണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.